ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? അങ്ങനെ നമ്മളൊരു പുതിയ സെയിൽ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നതിന് ശേഷമുള്ള കോംബോ വീഡിയോസൊക്കെ ഏകദേശം സ്റ്റോക്ക് ഔട്ടാണ്. ഇനി കുറച്ച് പേർ വെയിറ്റിങ്ങിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി കൊടുക്കാൻ ഇതുവരെ ആയിട്ടില്ല. കാരണം നമ്മൾ കോംബോ ഇതുവരെ അയച്ച് തീർന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി കോംബോ അല്ലാതെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം കണ്ടത് വയലറ്റിൻ്റെ ഓൺ റൂട്ടായിട്ടുള്ള, അതായത് മിഡ് നൈറ്റ് ഗ്ലോവിൻ്റെ ഓൺ റൂട്ടായിട്ടുള്ള റോസാണ്. അങ്ങനെ ഈ കാണുന്ന റോസുകളൊക്കെ നമുക്ക് സെയിലിനായിട്ട് ഉള്ളതാണ്. ഇത് നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസാണ്. സെൻറ്റിമെൻ്റൽ റോസിൻ്റെ കുറച്ച് കളക്ഷൻ നമുക്ക് ഈ പ്രാവശ്യം കൂടുതൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ 80 രൂപയ്ക്കൊക്കെ ഇട്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വന്നിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു സെൻറ്റിമെൻ്റൽ റോസ്. ഇപ്പോൾ നമുക്കത് വന്നിട്ടുണ്ട്. അതുപോലെ ഇതൊരു പുതിയ ക്ലൈംബറാണ്. ഇത് ഇങ്ങനെ പിങ്ക് നിറയെ ബെഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പുതിയ ക്ലൈംബറാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ നമുക്ക് ഒരെണ്ണം എന്തോ ആണ് വന്നിരുന്നത്. ഈ പ്രാവശ്യം നമുക്കൊരു 4-5 എണ്ണം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം അവിടെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. ഈ കാണുന്നത് ഒരു കപ്പ് ഷേപ്പിൽ വിരിയുന്ന ഒരു വലിയ റോസ് പ്ലാന്റാണ്. വലിയ റോസ് പ്ലാന്റ് മീൻസ് 14 ഇഞ്ച് പോട്ടിൻ്റെ ഒരു പ്ലാന്റാണിത്. ഇത് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള 14 ഇഞ്ച് പോട്ടിൻ്റെ ഒരു വെറൈറ്റിയാണിത്. പിന്നീട് നമുക്ക് 14 ഇഞ്ച് പോട്ടിലുള്ളത് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ക്ലൈംബറാണ്. അതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സൊളയർ റോസാണ്. യെല്ലോ റോസ് ഇഷ്ടം ഇല്ലാത്ത ആരുമില്ല. അത് യെല്ലോ എന്ന് മാത്രമല്ല, വലിയ പൂക്കളാണ്, വലിയ ചെടികളുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റുകളെല്ലാം നമ്മുടെ കാർട്ടിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൊളയർ റോസ് ഒരുപാട് പേര് ചോദിച്ച്, കഴിഞ്ഞ തവണ വന്നത് വളരെ കുറവായിരുന്നു, അത് കഴിഞ്ഞു പോയി. വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് റെഡ് ബട്ടർഫ്ലൈ എന്ന് നമ്മൾ പറയുന്ന ഒരു റോസാണ്. ബട്ടർഫ്ലൈ റോസ് പോലെ നടുവിൽ പൂമ്പൊടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള റോസാണ്. ഇത് റെഡ് ക്ലൈമ്പിംഗ് റോസാണ്. വളരെ കുറവാണുള്ളത്. റെഡ് ക്ലൈമ്പിംഗ് റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. യെല്ലോ സമ്മർ സ്നോ, അതുപോലെ അഹല്യ കസിൻ ബ്രദർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസാണ്. ഹെൽനായി റോസാണിത്. ഇത് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്, കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉണ്ട്. ഇത് നിറച്ച്, അതായത് ഹെവി ബ്ലൂമറായിട്ടുള്ള ഒരു പ്ലാന്റാണ്, ഒരു റോസ് പ്ലാന്റാണിത്. നിറയെ പൂവുണ്ടാവും, കൊലയായിട്ട് പൂവുണ്ടാവും. പിന്നെ ഓറഞ്ച് ബ്യൂട്ടിയാണ്. ഓറഞ്ച് ബ്യൂട്ടി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഇത് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് അധികമൊന്നുമില്ല, 1-2 ഒക്കെ ഉള്ളൂ. നല്ല ഫയർ ഓറഞ്ച് കളറാണ്. ഒരു ഫയർ എന്ന് വെച്ചാൽ നല്ല ഡാർക്കായിട്ടുള്ള ഒരു തീക്കട്ട പോലത്തുള്ളൊരു ഓറഞ്ച് കളറാണ്. പിന്നെ നമുക്ക് എന്നത്തെയും പോലെ നമ്മുടെ ഡാർക്ക് പനിനീര്, നല്ല മണമുള്ള റോസ്, അതുപോലെ പിങ്ക് ക്ലൈമ്പിംഗ് റോസിൻ്റെ ഭയങ്കര വലിയ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഡാർക്ക് പനിനീർ റോസാണ്. അതുപോലെ വൈറ്റ് ക്ലൈംബർ, പിങ്ക് ക്ലൈംബർ. ഈ പിങ്ക് വലിയ പൂക്കൾ ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു ക്ലൈമ്പിംഗ് റോസാണ്. അതുപോലെ വൈറ്റ് ക്ലൈംബർ നമുക്ക് എല്ലാ തവണത്തെയും പോലെ ഈ പ്രാവശ്യവും വന്നിട്ടുണ്ട്. വലിയ ചെടികളാണ് വന്നിരിക്കുന്നത്. അതെല്ലാം 80 രൂപയുടെ ചെടികളാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതേപോലെ ഈ ഓറഞ്ച് ക്ലൈംബറും നമുക്ക് വന്നിട്ടുണ്ട് സെയിലിനായിട്ട്. ഇത് എന്താണ് പറയുന്നത്, യെല്ലോ ഓറഞ്ച് ടൈഗർ റോസ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് വലിയ പ്ലാന്റ് സൈസാണ്. അതുപോലെ ഈ കാണുന്നത് ഡീല മാൽമാസൻ എന്ന നമുക്ക് പേരുള്ള ഒരു ഡിയർ റോസാണ്. അത് നാടൻ ഓൺ റൂട്ടഡ് ആണ്. നല്ല മണമുള്ള റോസാണ്. അടിപൊളി സ്മെല്ലാണ്, നല്ല സൂപ്പർ സ്മെല്ലാണ്. ഇതിലും വലിയ പൂക്കളാണ്. ഇവിടെ വന്നിരുന്ന് വിരിഞ്ഞ പൂവായതുകൊണ്ടാണ് അത് കുറച്ച് ചെറുതായിട്ട് തോന്നുന്നത്. വലിയ പൂക്കളാണ്. അപ്പോൾ ഇതാണ് ഡീല മാൽമേഷൻ. ഇതിൻ്റെ നാടൻ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്കുള്ളത്. വലിയ പ്ലാന്റാണ്. ഇതും അതുപോലെ ടൈഗർ ക്ലൈംബർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇതിനും ചെറിയൊരു സ്മെല്ലോട് കൂടിയ റോസാണ്. അതുപോലെ ഐസ് ലവ് റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. വലിയ 1-2 ചെടികളുണ്ടായിരുന്നാൽ നമുക്ക് സെയിലായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് മീഡിയം ടൈപ്പ് ചെടികളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിലക്കുറവുണ്ടാവും. പിന്നെ ഉള്ളത് സെൻറ്റഡ് റോസാണ്. സെൻറ്റഡ് റോസിൻ്റെ അധികമൊന്നുമില്ല, 1-2 ചെടികൾ മാത്രമാണുള്ളത്. അതുപോലെ പീച്ച് റോസും എല്ലാം നമുക്ക് സാധാരണയായിട്ട് വരുന്ന ചെടികളൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ പീസ് ആൻഡ് ലവും ഉണ്ട്. പീസ് ആൻഡ് ലവിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊട്ടും നിരാശ തോന്നാത്ത ഒരു റോസ് പ്ലാന്റ്, പൂവിടുന്ന രീതിയിൽ പൂവിടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ പീസ് ആൻഡ് ലവ് റോസ് എന്ന് പറയുന്നത്.
നിറച്ച് പൂവുണ്ടാകും. ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരു കൊല പൂവല്ലാതെ നമുക്ക് പീസ് ആൻഡ് ലവ് പൂക്കാറില്ല. അതുപോലെ നമ്മൾ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു റോസ് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെയും ഏതാനും ചെടികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ബേബി റൊമാൻറ്റിക്കയുടെ ഏതാനും പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ബേബി റൊമാൻറ്റിക്ക ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ക്ലൈംബിംഗ് റോസാണ്. അതുപോലെ നല്ല ഡീപ്പ് കളറിൽ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അതുപോലെ നല്ല മണമുള്ള സൂപ്പർ സ്മെൽ റോസ് എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ള ഒരു സ്മെൽ റോസാണിത്. അത് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പിങ്ക് ഫെയറി റോസാണ്. അതിൻ്റെയും ഏതാനും ചെടികൾ, ഒരുപാടൊന്നുമില്ല. ഒരു പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിതെനിക്ക് ഓർഡർ ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു പക്ഷേ എനിക്കിത് തരാനുണ്ടാവില്ല. അപ്പോൾ അതും നമുക്കിപ്പോൾ സെയിലിനുള്ള ചെടികളാണ്. ഡബിൾ ഡിലൈറ്റും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഹെവി ബ്ലൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെലനായി റോസാണിത്. ഇത് നമ്മൾ കഴിഞ്ഞ തവണയും ഇതിൻ്റെ പേര് പറഞ്ഞിരുന്നു. എന്തോ അതെനിക്ക് ഓർമ്മയില്ല, ഞാനത് കട്ട് ചെയ്ത് വെക്കാനും വിട്ടുപോയി. അപ്പോൾ ഇത് സെയിലിന് വന്നിരുന്നു, പക്ഷേ ഇപ്പോൾ സോൾഡ് ഔട്ടാണ്. ഇപ്പോൾ അതില്ല. ഇതും ഒരു ഐഡിയ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു റോസാണ്. അപ്പോൾ ഇതും വന്നിരുന്നു, ഇപ്പോൾ ഇല്ല. ജസ്റ്റ് ഇമാജിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഐഡി അപ്പോൾ ഇതും നമുക്കൊരു 14 ഇഞ്ച് പോട്ടിനകത്ത് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് പക്ഷേ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ജസ്റ്റ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കാണുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ റെഡ് മാർഗോ കോസ്റ്ററിൻ്റെ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പ് വഴി സെയിലായിട്ടുള്ള ചെടികളാണ്. കാരണം നമ്മൾ അപ്ഡേഷൻസ് എല്ലാം ഗ്രൂപ്പിലാണ് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഓരോരുത്തർ എടുത്തിട്ടുള്ള ചെടിയാണ്. അതുപോലെ അന്ന ഡൂപ്പറി നേരത്തെ ഓർഡർ ചെയ്തിരുന്നവർക്ക് കൊടുക്കാനുള്ളത് മാത്രമാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിരുന്നത്. ഇത് അതുപോലെ പ്രീ ഓർഡർ മീൻസ് അങ്ങനെ നേരത്തെ പേ ചെയ്തിട്ടുള്ള ഓർഡർ അല്ല. നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു ഒരു പനിനീർ റോസ് ബഡായിരുന്നാലും ബുഷായിട്ടുള്ള ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിരുന്നു. അത് പറയുമ്പോൾ ബഡായിട്ടുള്ള പനിനീർ റോസിന് വേഗം പൂക്കളുണ്ടാവും, എല്ലാ കൊമ്പിലും പൂക്കളുണ്ടാവും. പക്ഷേ നാടൻ അത്ര വേഗം പൂക്കളുണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ ഇതൊരു ക്ലൈംബിംഗ് റോസാണ്. ഇതൊരു വെള്ള കലർന്ന മഞ്ഞ പോലത്തെ ഒരു ക്ലൈംബിംഗ് റോസാണ്. പിന്നെയുള്ളത് ഈ ഒരു റോസാണ്. ഇതിൻ്റെ അടിഭാഗത്തു നിന്നും ഒരു ലൈറ്റ് ഓറഞ്ചും മുകളിലേക്ക് ഒരു വൈറ്റ് ഷെയ്ഡും പിന്നീട് ഫെയ്ഡാവും തോറും അതൊരു ഫുൾ ഓറഞ്ചിലേക്ക് മാറുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വൈറ്റ് റോസാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി റോസാണ്, ഒരു പേപ്പർ റോസ് പോലെയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഓർക്കിഡ് മിനിയേച്ചറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ പീസ് ആൻഡ് ലവിൻ്റെ വലിയ ചെടികൾ നമുക്ക് വളരെ വിലക്കുറവിൽ നമ്മൾ പിന്നെ പീസ് ആൻഡ് ലവ് സെയിലിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പീസ് ആൻഡ് ലവ് ആവശ്യമുള്ളവർ നല്ല വലിപ്പത്തിലുള്ള ചെടികളാണ് നമുക്ക് ഈ പ്രാവശ്യം സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഓർക്കിഡ് മിനിയേച്ചറിൻ്റെ ഒരു റെഫറൻസ് വീഡിയോ ആണിത്. ഇത് നമ്മുടെ ഇവിടെ പൂത്തു നിൽക്കുന്നതല്ല, തമിഴ്നാട്ടിലെ പാടങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ നമ്മുടെ കയ്യിൽ ഈ ഒരു ബട്ടർഫ്ലൈ റോസും നല്ല വലിപ്പത്തിലുള്ള ചെടികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ ഒരു പർപ്പിൾ ലീഫോട് കൂടിയിട്ടുള്ളൊരു പിങ്ക് റോസ്, ഇതിൻ്റെ പെറ്റലിൻ്റെ അടിയിൽ വൈറ്റ് ഷെയ്ഡാണ്. അതുപോലെ ഡബിൾ ഷെയ്ഡ് ക്ലൈംബർ, ഡബിൾ ഡിലൈറ്റ്, അതുപോലെ വൈറ്റ് വള്ളി റോസിൻ്റെ നല്ല ഒരു കളക്ഷൻ തന്നെ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ വള്ളി റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പുതിയ ഒരു വള്ളി റോസ്, ഒരു നാടൻ വള്ളി റോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുന്നേ ഈ കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് റെഡ് മിനിയേച്ചറാണ്. നല്ല നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. നാടൻ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പുതിയ ക്ലൈംബിംഗ് റോസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു ക്ലൈംബിംഗ് റോസ്. പനിനീർ പൂവിനെ പോലെ കളറും, എന്നാൽ അത്ര അധികം മണമൊന്നുമില്ല. പക്ഷേ പനിനീർ പൂവിനെ പോലെ തോന്നിക്കുന്ന ഒരു നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു പുതിയ ക്ലൈംബിംഗ് റോസാണ്. നിറയെ മുട്ട വരുന്ന ഒരു ക്ലൈംബിംഗ് റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഗ്രൂപ്പിൽ ഇതിൻ്റെ പിക്ചർ ഇട്ടതിന് ശേഷം കുറച്ചധികം പേർ എനിക്കത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് അത്യാവശ്യം സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അധികം ഒന്നുമില്ല, ഒരു 10 എണ്ണത്തിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ ഇത് നാടൻ ഓൺ റൂട്ടഡാണ്. ക്ലൈംബർ റോസ് ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. അതുപോലെ ഇനി നമുക്ക് നാടൻ ഓൺ റൂട്ട്, അതായത് നാടൻ ചെടികളുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് കാണാം. നമുക്ക് റെഡ് ക്രിക്രി റോസ് അല്ലെങ്കിൽ സ്റ്റാർന റോസ്, പീച്ച് റോസ് അല്ലെങ്കിൽ നാടൻ ഓറഞ്ച് റോസ്, സിംഗിൾ ഓറഞ്ച് റോസ്, അതുപോലെ റെഡ് ബട്ടൺ റോസ്, ജസ്റ്റ് ഇമാജിൻ റോസ്, കരിഷ്മ റോസ് എന്നുള്ള കുറച്ചധികം നമുക്ക് വെറൈറ്റീസ് നാടൻ ഓൺ റൂട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിറയെ പൂക്കുന്നതും അതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നിറയെ ഷൂട്ടുകൾ മണ്ണിനടിയിൽ നിന്നും വന്ന് നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ചെടികളാണ്. ഇത് ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെ ചെടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നാടനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ വേണ്ടുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ കാർട്ടിൽ വന്ന് ആഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഏകദേശം എല്ലാ വെറൈറ്റികളും നമ്മളിതിൽ കാണിച്ചിട്ടില്ലാത്തതും എന്നാൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് വിരിയുന്ന ചെടികളുമൊക്കെ നമുക്ക് 50 രൂപയ്ക്കും 80 രൂപയ്ക്കുമൊക്കെ ഓഫർ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടുന്നത് അത് എന്നെ അറിയിക്കുക. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂക്കളും ചെടികളും ഇഷ്ടമുള്ള എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അപ്ഡേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ അറിയാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോയിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. എൻ്റെ ചെറിയ 2 മക്കളുണ്ട്, അവരുടേതും പിന്നെ ഇതുവഴി പോകുന്ന ട്രെയിനിൻ്റെതും വണ്ടികളുടേതും കാക്കയുടെയും കിളിയുടേതും ഒക്കെയാണ്. നിങ്ങൾ ദയവായി സഹകരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കൂ. സ്നേഹപൂർവ്വം ഹാദിയ.